തയ്യൽക്കാരി, തുന്നക്കാരി, നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. സ്കൂളിൽ തന്നെ കുട്ടികളുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന കാലത്ത് കുട്ടികൾ പറയും, അമ്മ തയ്യലാന്ന് പറയരുത് കേട്ടോ. ഡിഗ്രി എടുക്കുമ്പോൾ ഇതും പഠിച്ചെടുക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ ഉണ്ട്. ഡിഗ്രി പോലെ തന്നെ പല കോഴ്സുകൾ. പക്ഷെ അവിടെയൊന്നും കൃത്യമായിട്ടൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു വർക്ക് എടുക്കാൻ പാകത്തിനൊരു ആളെ ആക്കി വിടുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് തന്നെ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സ്കൂൾ വെക്കേഷന് തന്നെ കൈകൊണ്ട് തുന്നി ഒരു ഉടുപ്പിട്ട് സ്കൂളിൽ പോയ ഒരാളാണ്. തയ്യൽ മേഖല അത്ര ഒഴിച്ചു നല്ല പൈസയുള്ള മേഖല തന്നെയാണ്. പക്ഷെ ആ മേഖലയിലേക്കാണ് നമ്മളെ പോലെയുള്ളവരെ അടുപ്പിക്കാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു വിഷയം വരുന്നത്. സ്ത്രീകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കാൻ ആണുങ്ങൾക്ക് ഇഷ്ടമല്ല. എൻ്റെ മരണക്കുറിപ്പാണെന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. എനിക്ക് വോക്കിന് പോകാൻ തുടങ്ങുന്ന ഞാൻ വല്ലാണ്ടായിപ്പോയി. ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ഒരു സഹായം ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കുടുങ്ങി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയ റൂമെങ്കിലും എവിടെയെങ്കിലും എടുത്തിട്ട് താമസിക്കണം. അപ്പോൾ ആളിൽ നിന്നുണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് മനസ്സിനെ ഹേർട്ട് ചെയ്തൊരു കാര്യം. അത് കാര്യം വെച്ചാൽ പറയുന്നത്, നിനക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണമെങ്കിൽ പൈസ ഞാൻ തരാം, പക്ഷേ ഇടയ്ക്ക് എനിക്ക് വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം ചെന്നത്. അപ്പോൾ അതാണ് ഒരു സ്ത്രീ ഒറ്റപ്പെടുമ്പോൾ ഈ സമൂഹത്തിലെ ഒരു പരിധി വരെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. അപ്പം അതിനെ അംഗീകരിക്കാൻ പറ്റണം. പിന്നെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സംഭവം വല്ലാണ്ട് അവിടെ ജാതിയുണ്ട്. തൊഴിലിടത്തിൽ എത്രത്തോളം നമുക്ക് ശക്തി ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ വേണ്ടി വരുമെന്ന് എന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് നിർമ്മല ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഞാൻ ഈ ഒരു സാധാരണ ആളുകൾക്ക് ഇങ്ങനെ ഇൻട്രോ കൊടുക്കാറില്ല. നമ്മൾ പറയുന്നത് എൻ്റെ ഒപ്പം ഇന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷെ ചേച്ചിയുടെ ഇതിൽ ചേച്ചി എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചതാണ്. എനിക്ക് എൻ്റെ മരണക്കുറിപ്പാണെന്നൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി. എനിക്ക് വോക്കിന് പോകാൻ തുടങ്ങുന്ന ഞാൻ വല്ലാണ്ടായിപ്പോയി. ചേച്ചി എന്താ ഇങ്ങനെ അയച്ചു? എനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റണില്ല, എന്താണ് സംഭവം എന്ന് ചോദിക്കാനും പറ്റുന്നില്ല. സ്ട്രഗ്ലിങ് കുറേ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഇഷ്ടപ്പെട്ടാണ് തയ്യൽ പഠിച്ചത്, അല്ലെങ്കിൽ തയ്യൽ പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തയ്ച്ചെടുക്കുന്ന തയ്യൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അതൊരു പാഷനേറ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ചേച്ചി. ചേച്ചി ഇത് പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഞാനും കരയും. നമ്മൾ കരയാണ്ട് നമുക്ക് സ്ട്രോങ് ലേഡി ആയിട്ട് എന്നോട് പറയൂ, എന്താ ചേച്ചി സംഭവം ഇങ്ങനെ ഒരു കുറിപ്പൊക്കെ എഴുതാൻ? കുറിപ്പ് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിടം നമ്മളത് ബഹുമാനത്തോടെ എന്താ പറയുക, ആരാധന, നമുക്കൊരു പാഷനല്ല, അതിനേക്കാളപ്പുറം ജീവവായു. ഇപ്പൊ പാട്ട് പാടുന്നവർക്കാണെങ്കിൽ അതാണ് അവരുടെ ഇതെന്ന് പറയുന്നത് ഓരോന്നിനും. പക്ഷെ ഇങ്ങനെയുള്ള തൊഴിലുകൾക്ക് അവരെത്ര ജീവനിലേക്ക് ഏറ്റെടുത്താലും അംഗീകരിക്കാനായിട്ട് ആരുമില്ല. ആര് തയ്യൽക്കാരി, തുന്നക്കാരി, നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. സ്കൂളിൽ തന്നെ കുട്ടികളുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുന്ന കാലത്ത് കുട്ടികൾ പറയും, അമ്മ തയ്യലാന്ന് പറയരുത് കേട്ടോ, തുന്നലാന്ന് പറയരുത് കേട്ടോ. കുട്ടികളൊക്കെ കളിയാക്കുക, അവരമ്മമാര് ടീച്ചറാണ് അല്ലെങ്കിൽ നേഴ്സാണ്. അപ്പൊ ഇതെല്ലാം ഡിഗ്രി എടുക്കുമ്പോൾ ഇതും പഠിച്ചെടുക്കുന്നതിന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ ഉണ്ട്. ഡിഗ്രി പോലെ തന്നെ പല കോഴ്സുകൾ. പക്ഷെ അവിടെയൊന്നും കൃത്യമായിട്ടൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു വർക്ക് എടുക്കാൻ പാകത്തിനൊരു ആളെ ആക്കി വിടുന്നില്ല. അപ്പം നമുക്ക് എവിടെ പോയി പഠിച്ചാലും, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ പലയിടത്ത് ആക്റ്റീവ് ആയതുകൊണ്ട് പല സൈറ്റുകളെല്ലാം കയറി അത് നമ്മളൊരു ഗവേഷണം നടത്തിയാണ് ഞാൻ ഈ ഒരു ഇതിലെത്തത്. ഞാൻ വെറും 3 മാസത്തോളം മാത്രം പണ്ട് എൻ്റെ കുഞ്ഞിനെ നഴ്സറിലാക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു സിസ്റ്റർ അടുത്ത് ചോദിച്ച് പഠിച്ചതല്ലാതെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു കോഴ്സ് പഠിച്ച ആളല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് തന്നെ ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ സ്കൂൾ വെക്കേഷന് തന്നെ കൈകൊണ്ട് തുന്നി ഒരു ഉടുപ്പിട്ട് സ്കൂളിൽ പോയ ഒരാളാണ്. അപ്പം അത് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് അതൊരു ഇഷ്ടമാണ്. അത് ഇഷ്ടം കൊണ്ടും എന്താ പറയുക, അത് ഇല്ലാതെ പറ്റില്ല. വീട്ടിൽ ഒരു മെഷീൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എന്തെങ്കിലും കിട്ടിയാൽ എടുത്തു നോക്കണം. നമ്മൾ കളിപ്പാട്ടം കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടന്ന ആളെ ചെറുതിൽ. അത് കഴിഞ്ഞ് വന്നു. പിന്നെ നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു മെഷീൻ നല്ലത് വാങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അതങ്ങനെ വാങ്ങി. അത് വാങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ട് വാങ്ങിയതാണ്. എല്ലാവരും വഴക്ക് പറയും, തയ്യലറിയാതെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്തിന് തയ്യൽ മെഷീൻ. അപ്പം 5 രൂപയുടെ കോയിൻ കൂട്ടി വെച്ച് എടുത്തിട്ടാണ് അന്നത്തെ കാലത്ത് ഒരു 1350 രൂപ കൊടുത്തിട്ട് ഞാനൊരു സിംഗറിൻ്റെ ഒരു ചെറിയ മെഷീൻ ചവിട്ടി തയ്ക്കുന്ന, മോട്ടറൊന്നുമില്ല, അങ്ങനെ തയ്ച്ചു പഠിച്ചു. ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണെങ്കിലും പിന്നീട് എനിക്ക് എൻ്റെ ജീവിത മാർഗം അത് തന്നെയായിരുന്നു. ചേച്ചിയുടെ വീട് ഇവിടെ തന്നെയാണോ, എറണാകുളം? അല്ല, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കൊടകര എന്ന് പറയും. കൊടകര. അപ്പം അവിടെ വെച്ചിട്ടാണ് അവിടെയാണ് ഞാൻ ശരിക്കും ജനിച്ചത് ഇവിടെയല്ല, കർണാടകയിലാണ്.
കർണാടകയിൽ ജനിച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചിട്ട് അച്ഛൻ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്, അച്ഛൻ്റെ ജ്യേഷ്ഠനിയന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയില്ലാത്തൊരു കുട്ടി, പിന്നെ അച്ഛൻ്റെ ചേട്ടനിയന്മാരുടെ വീട്ടിൽ വളർന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛനൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് മദറിൻ്റെ വക ഒരുപാട് വിഷയങ്ങളായി. എൻ്റെ പേരിലാണ് അച്ഛൻ ഈ മദറുമായിട്ടുള്ള വിഷയങ്ങളായിട്ട് അവർ തമ്മിലുള്ള പിരിഞ്ഞു, ചെറിയമ്മ പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ അച്ഛൻ കണ്ണൂർ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ ബന്ധുവീടുകളിൽ നിന്ന് പണിയെടുത്തും വീട്ടിലെ പണിയെടുക്കും, അവരുടെ കുട്ടികളുടെ എന്താ പറയുക ശരിക്കൊരു സർവൻറ്റിൻ്റെ രീതിയിലാണ്. അവർക്കൊക്കെ ഞാൻ അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ശമ്പളം കൊടുക്കാത്തൊരു വേലക്കാരി എന്നുള്ളത് അച്ഛനോട് പറയാൻ പറ്റില്ല, കാരണം അച്ഛൻ എന്നെ വേറെ കൊണ്ടുവന്നാക്കാനായിട്ട് വേറെ ഇടമില്ല. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങളുടെ സ്ഥലത്തൊരു ചെറിയ കുടിലൊക്കെ കെട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് താമസം മാറ്റുന്ന സമയത്ത് ആകുമ്പോഴത്തേനും ചെറിയമ്മ കേസ് കൊടുത്തു, അച്ഛൻ്റെ സ്വത്തിൽ കേസ് കൊടുത്തു. അപ്പം അച്ഛൻ ലിബിയയിൽ പോയി വന്നിട്ട് ഇവരെ ഒഴിവായി പോയതിന് ശേഷം അച്ഛൻ പുറത്ത് പോയി വന്നിട്ടൊക്കെ വാങ്ങിയ സ്ഥലവും വീടൊക്കെ വീടെന്ന് പറഞ്ഞാൽ വലിയ വീടൊന്നുമില്ല, ചെറിയ വീട്. പക്ഷെ ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്നത്തെ കാലത്തൊരു ഇപ്പോഴും സ്ത്രീകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ആ ഒരു ഇതിൽ അച്ഛൻ പെട്ടതിനെ കൂടുതൽ ഞാനാണ് പെട്ടത്. അച്ഛൻ അങ്ങനെ വലിയ ബന്ധുക്കളുടെ വീട്ടിലാക്കി അച്ഛൻ മാറി നിന്നു. അപ്പോൾ ആ മാറി നിൽക്കൽ കുറച്ച് വർഷങ്ങൾ നീണ്ടപ്പോൾ പിന്നെ ഞാനൊരു ലവ് മാരേജ് ആയിരുന്നു, എൻ്റെ നൈബറാണ്, ഒരു കസിനായിട്ട് തന്നെ വരും, ഒരു വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റേതായ വിഷയങ്ങൾ അതെന്ന് വെച്ചാൽ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയായിരിക്കാം, അതിനേക്കാൾ അപ്പുറം എനിക്ക് എൻ്റെ ഒരു കുടുംബത്തിലൊരാൾക്കൊരു അവസ്ഥ, ഒരാൾക്ക് ഒരു വലത് കൈയില്ലാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിച്ചത്. ആ ഒരു അവസ്ഥയിൽ ആളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തേത്. കാരണം ഞാൻ കുറേ അനുഭവിച്ച് വന്നപ്പോൾ മറ്റൊരാളെ ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്യണം. ആ ഒരു സപ്പോർട്ടിങ്ങിന് പോയപ്പോഴാണ് പിന്നെ ഞാൻ ജീവിതം പഠിച്ചത്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റമായിട്ടല്ല കാണുന്നത്, ശരിക്കും അന്നത് പറ്റിയാൽ അങ്ങനെ നമ്മൾ വീഴുമ്പോഴാണ് നമ്മൾ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, അതൊക്കെ അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയമ്മയും മക്കളും കുറച്ചൊക്കെ വർഷം കാത്തു നിന്നു. കറക്റ്റ് മൂത്ത മകന് 20 വയസ്സും ഇളയ മകൾക്ക് 2 കുട്ടികളുണ്ടായില്ല, 21 വയസ്സായ കറക്റ്റ് ടൈമിൽ ഇവർ അച്ഛൻ്റെ സ്വത്തിന് കേസ് നടത്തി. കേസ് കൊടുക്കാൻ മാത്രമല്ല അറ്റാച്ച്മെൻ്റ് ഇട്ട് കേസ് നടത്തിയിട്ട് ഇവർ അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ ആധാരം പണയം വെച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ നാട് വിട്ടുപോയെന്ന് പറയുന്നതിന് പകരം മരിച്ചുപോയി, എവിടെയാണെന്ന് അറിയില്ല, 2 പേരെ സാക്ഷിയൊക്കെ ആക്കിയിട്ട് അന്നത്തെ ആ ഒരു ഇതിൽ കോടതിനെ വരെ കബളിപ്പിച്ചുകൊണ്ട് ഇവരെ പേരിലേക്ക് ആക്കിയ സ്ഥലം ഇവരെ പേരിലാക്കി ആക്കിയിട്ട് കീഴാധാരങ്ങളൊന്നുമില്ലാതെ ഈ സ്ഥലത്തിൻ്റെ മുകളിൽ ലോൺ എടുത്ത് 1 ഇയർ അത് അടയ്ക്കാതെ ഇട്ടിട്ട് ജപ്തിയാവുന്ന രീതിയിൽ സൊസൈറ്റിയിലേക്ക്. അങ്ങനെ ആ സമയത്ത് ഒരു അമ്പല കമ്മിറ്റി, ഈ സ്ഥലത്തിനോട് ചേർന്നൊരു ചെറിയ അമ്പലമുണ്ട്, അമ്പല കമ്മിറ്റി അത് ലേലത്തിൽ പിടിക്കുന്ന പോലെ പൈസ അടച്ചിട്ട് സ്ഥലം അവരുടെ പേരിലാക്കി ആക്കി. പിന്നീട് അതിൽ അമ്പലത്തിൻ്റെ പണി നടക്കുമ്പോഴാണ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു വിഷയം. അങ്ങനെ ഒരു വിഷയം അറിഞ്ഞ് അമ്പലം പണി നടക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഇതിൻ്റെ പുറകെ ഇറങ്ങുന്നത്. ഞാനിതിൻ്റെ പുറകെ ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നെ അറിയില്ല, ഞാൻ ആ നാട്ടിലെ ആളല്ല, ഞാൻ ഇയാളുടെ മകളല്ല, ഭയങ്കര വിഷയങ്ങളായി. അത് വിഷയങ്ങളായി പിന്നെ എന്നെ വല്ലാത്ത ഇതാക്കിയപ്പോഴാണ് ഞാൻ ആദ്യം ആ അമ്പലത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം ഇട്ടത്. അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റാണ് ഇട്ടത്, ഇരിക്കുന്നത് എന്താ സത്യങ്ങളുടെ ശവക്കല്ലറയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇട്ടത്. അത് കുറേ വിവാദമാക്കി, നാട്ടിലെല്ലാവരും എന്നെ ഭയങ്കര പ്രഷറാക്കി, ഒരു അമ്പലത്തിനെ കുറിച്ച് അങ്ങനെ എഴുതിയെന്ന്. അങ്ങനെ എനിക്കത് തന്നെയാണ്, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ സത്യമാണ് അച്ഛൻ എന്ന് പറയുന്നത്, ആ ഭൂമി ഞങ്ങളുടെയാണെന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവിടെ പണിയുന്ന സംഭവം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ സത്യം കുഴിച്ചിട്ടേക്കണമെന്ന് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഞാൻ അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ പോയി നിൽക്കുന്നത് കൊണ്ട് എവിടെയാണെന്ന് അറിയാതെ മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തിൽ അപേക്ഷ കൊടുത്ത് അങ്ങനെ അച്ഛൻ അന്നിങ്ങനെ മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അങ്ങനെ മട്ടന്നൂർ അച്ഛനാ പോയ സ്ഥലത്ത് പറഞ്ഞ ഏരിയയിൽ തന്നെ ഉണ്ട്. അങ്ങനെ അച്ഛനെ കൊണ്ടുവന്ന് നോക്കും ഈ സ്ഥലത്തിൻ്റെ ആ ഒറിജിനൽ ആധാരം അച്ഛൻ്റെ കയ്യിൽ. അവിടുന്ന് 18 വർഷം അതിൻ്റെ പുറകെ കേസായിരുന്നു. ആ കേസ് മുന്നോട്ട് പോകുന്ന രീതിയിൽ വന്നപ്പോഴാണ് എൻ്റെ ലൈഫിലും കുറേ വിഷയങ്ങളായി, ഞങ്ങൾ സെപ്പറേറ്റായി, പിന്നെ കുട്ടികളും ഞാനും മാത്രമായി. പിന്നെ അതിൻ്റെ പുറകെ കേസ്, അച്ഛനെ കണ്ടെത്തി കൊണ്ടുവന്നു. അച്ഛനെ പിന്നെ കോടതിയിൽ കേസായി കഴിഞ്ഞ് സ്ഥലം വിട്ടുകിട്ടണതിന് മുമ്പ് തന്നെ അച്ഛന് ക്യാൻസറായിരുന്നു. ക്യാൻസറായിട്ട് RCCയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമായിട്ട് അച്ഛൻ മരിക്കുന്നത് വരെ പിന്നെ അച്ഛൻ്റെ പുറകെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജീവിച്ചു പോകുമ്പോഴും പറഞ്ഞു വന്നത് എൻ്റെ തൊഴിലാണ്. ഈ തൊഴിലായതും ഞാൻ വീട്ടിലിരുന്ന് എടുക്കാവുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ തൊഴിൽ എൻ്റെ കയ്യിലായതുകൊണ്ടും ഞാൻ എൻ്റെ ടൈം ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്ത് പല ഷോപ്പുകളിൽ നിന്ന് വർക്ക് വാങ്ങി ചെയ്തിട്ട് ജീവിക്കാൻ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവവായു
അന്നും ഇന്നും ഇപ്പോഴും ഇത് തന്നെ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വരെ നടന്നെത്തിയത് ഇതുകൊണ്ടാണ്. അപ്പം അത് സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിച്ച് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ പോകുമ്പോഴേ പറയും അമ്മ തുന്നലാന്ന് പറയല്ല കേട്ടോ, തയ്യലാന്ന് പറയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസൾട്ടും നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം അതിന് ഫാഷൻ ഡിസൈനിങ് എന്നുള്ള പേര് പറയണം. എല്ലാവരും അങ്ങനെയല്ല, ബ്രഷ് ടൈലർ അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ ബൊട്ടിക്ക്. ഇപ്പം ഈ ബൊട്ടിക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ആരാ, ഹിന്ദിക്കാരാണോ വർക്ക് ചെയ്യണത്, ബയ്യന്മാരാണോ, ബായി ആണോ വർക്ക്, അല്ല ലേഡീസാണോ, ലേഡീസിൻ്റെ അടുത്ത് തയ്ക്കാൻ കൊണ്ടുവന്നാൽ ശരിയാവോ, നേരത്തെ കിട്ടുമോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന് തന്നിട്ട് നാളെ വേണോ, നാളെ തരാം. അതെങ്ങനെ, അപ്പോൾ ഒരു നോക്കട്ടെ, അപ്പോൾ ഒരെണ്ണം ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചമർത്തി തരം താഴ്ത്തുന്ന ആ സമയത്ത് ഞാനൊരു ഡോക്ടറോ നഴ്സോ വേറെ എന്ത് മേഖലയിലായാലും ഇത്രയ്ക്കും ആക്ഷേപം കേൾക്കേണ്ടി വരില്ല. പക്ഷേ ചേച്ചി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ചേച്ചി പറയുമ്പോൾ ഇതാക്കുന്നതല്ല, ഞങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഇരട്ടി നിങ്ങൾ സമ്പാദിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ റേറ്റ് കടയിൽ നിന്ന് ഒരു മെറ്റീരിയൽ മേടിക്കുന്നതിൻ്റെ ഇരട്ടി കാശ് നമ്മൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കും. കാരണം ഇപ്പോൾ ആളുകൾക്ക് എല്ലാവരും സെൻസ് ഉള്ളവരാണ്, ഫാഷൻ സെൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരതനുസരിച്ചാണ് ഇപ്പം സിമ്പിളായിട്ട് പറയും, ഇപ്പോൾ ചേച്ചി ഇട്ടേക്കുന്ന ചുരിദാർ ഞാൻ ഇട്ടേക്കുന്നതൊക്കെ കൈയില്ലെങ്കിൽ കൈയുടെ കാശ് കുറയ്ക്കുമെന്ന് ചോദിക്കും ഞങ്ങൾ. അതെ ചോദിക്കും, മനസ്സിലായോ? കൈ നിങ്ങൾക്ക് പണിയുണ്ടല്ലോ, ആ കൈയുടെ കാശ് കുറയ്ക്കാമെന്ന് ചോദിക്കും. കാരണം അത്രയും കോസ്റ്റ് കൂടുതലാണ്. അതെ, തയ്യൽ മേഖല അത്ര ഒഴിച്ചു നല്ല പൈസയുള്ള മേഖല തന്നെയാണ്. പക്ഷെ ആ മേഖലയിലേക്കാണ് നമ്മളെ പോലെയുള്ളവരെ അടുപ്പിക്കാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു വിഷയം വരുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ലേഡീസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജെൻസിന് പണിക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഒരാളെ ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യാൻ വരുന്നവർ ബ്ലൗസോ ചുരിദാറോ കട്ട് ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് കട്ട് ചെയ്യില്ല. ട്രഡീഷണൽ ചെയ്യുന്നവർ വെസ്റ്റേൺ ചെയ്യില്ല. ഇനി ജെൻസ് വർക്ക് എടുക്കുന്നവർ അയ്യോ ഞാൻ ഷർട്ടും പാൻറ്റും മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ തന്നെ ജോലിക്ക് ആളെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, എനിക്കിപ്പോൾ ഈ ഓരോ ഐറ്റം ചെയ്യാനായിട്ട് 4 പേരെ വർക്കിന് വയ്ക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ തന്നെ പണി പഠിക്കുന്നത്. ചേച്ചി എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ, അതായത് ഈ പറയുന്ന സ്റ്റിച്ചിങ് മേഖലയിൽ കട്ട് ചെയ്യുന്നതിന് ഒരാൾ, സ്റ്റിച്ച് ചെയ്യുന്നതിന് ഒരാൾ, അങ്ങനെയൊക്കെയാണോ? അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ആണുങ്ങൾ കട്ട് ചെയ്യുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം. അല്ല, ആണുങ്ങൾ കട്ട് ചെയ്യുന്നില്ല, സ്ത്രീകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കാൻ ആണുങ്ങൾക്ക് ഇഷ്ടമല്ല, അവർക്ക് മടി. പക്ഷെ അവർ കട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പണി തരുന്നതിന് അവർക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കട്ടിങ് മാസ്റ്റർ എന്നേ പറയുള്ളൂ. കട്ടിങ് മാസ്റ്ററിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അവിടെ ആരാ കട്ടിങ് മാസ്റ്റർ, ഞങ്ങൾക്ക് കട്ടിങ് മാസ്റ്റർ വേണ്ട. അപ്പം നമ്മൾ തൊഴിൽ തേടുമ്പോഴും ഇങ്ങനെ തന്നെ. ഞാനും പല ഇവിടെ തന്നെ വലിയൊരു ബൊട്ടിക്ക് എന്നല്ല, ഒരു വലിയ സ്ഥാപനം തന്നെയാണ് പാലാരിവട്ടം ആ ഭാഗത്ത്. വലിയൊരു സ്ഥാപനം ഓപ്പണിങ്ങിന് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഡിസൈൻ, എൻ്റെ വർക്കുകൾ കണ്ടിട്ട്, ഇപ്പോൾ എന്നെ കണ്ട പോലെ തന്നെ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു, അതുപോലെ കണ്ടിട്ടൊരു ബ്രാൻഡ് തന്നെ എന്നെ വിളിച്ചു. അവരുടെ ഓപ്പണിങ്ങിൻ്റെ ആ ടൈമിൽ ഒരു 3 മാസം മുമ്പ് ഓപ്പണിങ് തുടങ്ങി ഒരു 6 മാസം 5 മാസം 20 ദിവസം വരെ അങ്ങാണ്ട് നമ്മളെ വർക്ക് ചെയ്യിച്ചു. 6 മാസം തികച്ചില്ല. അത് കഴിയുമ്പോൾ അവിടെ പുതിയ ആൾക്കാർ ജെൻസ് വരും. അവിടെ പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം ഡിസൈനിങ് ആയിരുന്നു, പിന്നെ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചു. പിന്നെ അത് സ്വന്തമായിട്ട് ഡിസൈനിങ് സ്റ്റിച്ചിങ് ആയി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ലേഡീസ് കട്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ജെൻസ് തൊഴിലാളികൾക്ക് പറ്റും. അതുകൊണ്ട് മലയാളികൾക്കുള്ളൂ, അന്യ സംസ്ഥാനക്കാർക്ക് കുഴപ്പമില്ല. അവർക്ക് പിന്നെ അവരിൽ തന്നെയുണ്ട് കട്ടിങ് സ്റ്റിച്ചിങ്, അവർ ഗ്രൂപ്പായിട്ട് വന്ന് ഗ്രൂപ്പായിട്ട് എടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത കുറേ വിഷയമാണ്, ഭാഷയുടെ പ്രശ്നമൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ മലയാളികളാണെങ്കിൽ തന്നെ ലേഡിയാണോ കട്ട് ചെയ്യുന്നത്, ഞാൻ കട്ടിങ് അറിയാം, എനിക്കറിയാം, ഞാൻ കട്ട് ചെയ്ത്, അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് വേർതിരിവാണ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ വർക്കിന് വിളിച്ചിട്ട് ഷർട്ട് പാൻറ്റ് തയ്ക്കുന്നവർ ലേഡീസ് വർക്ക് ചെയ്യില്ല, ലേഡീസ് വർക്ക് ചെയ്യുന്നവർ ജെൻസ് വർക്ക് ചെയ്യില്ല. ഇനി അഥവാ അതിനൊരു ഓൾട്രേഷൻ വന്ന് ഇട്ട് നോക്കിയിട്ടൊരു ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഓൾട്രേഷൻ അവർ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ലേഡി ടൈലർ ഉണ്ടെങ്കിൽ അവർ ചെയ്തത് തന്നെയാണെങ്കിൽ പോലും ഇവർ ചെയ്യില്ല. അപ്പോൾ ബൊട്ടിക്കുകളിലെല്ലായിടത്തും ഇപ്പോൾ എൻ്റെ സൗഹൃദങ്ങൾ ഒരുപാട് ബൊട്ടിക്കുകളുണ്ട്. അവരിതുപോലെ ആളില്ലാതാവുമ്പോൾ നമ്മളെ വിളിക്കും, ഒരു 10 പീസ് ഒരു 5 പീസ് ചെയ്തു തരും. ഇവിടെ ആളില്ല, അവർക്ക് നാട്ടിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരാതാവുമ്പോഴൊക്കെ ഇവിടെ അവരെ മൊത്തം സ്ഥാപനം അങ്ങ് ജാമായി പോവും ആളില്ലാതാവുമ്പോൾ. അപ്പം 1000 റെൻറ്റ് കൊടുക്കണം, ഇത്ര പേയ്മെൻറ്റ് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ കട്ടിങ്ങിൻ്റെ ഒരാളവിടെ മുടങ്ങിക്കഴിഞ്ഞാൽ സ്ഥാപനം മൊത്തം വീഴും. അപ്പോൾ ഇവിടെ പഠിച്ച് എന്താ പറയുക, ഫാഷൻ ഡിസൈനിങ് പഠിച്ച് അത്യാവശ്യം അറിയാമെന്നുള്ള രീതിയിലാണ് പോയിട്ട് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുവിധം ലേഡികൾക്കും പറ്റുന്നതെന്ന്, ലേഡീസിനെല്ലാം പറ്റുന്നതെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് കട്ടിങ് അറിയില്ല. ഇവിടെ ആരെങ്കിലും ഒരാൾ കാല് മാറിക്കഴിഞ്ഞാൽ സ്ഥാപനം മൊത്തം
വീണ് പോകുന്നു. ഞാൻ കുറച്ച് പൊട്ടിക്കുന്ന ഓൾ കേരള അങ്ങനെയൊക്കെ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എല്ലാ ദിവസവും അതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹിന്ദിക്കാർ പറ്റിച്ചു പോയി. അവർ കുറച്ച് ദിവസം അവർ പോകുമ്പോൾ കൂട്ടത്തോടെ പോകും. അവർ അവധി ദിവസം പുറത്തിറങ്ങി അങ്ങനെ നടന്ന് ഓരോ സ്ഥാപനത്തിലും റേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗ്യാങ്ങിൽ പെട്ടവരെവിടെയുള്ളതെന്ന് നോക്കിയിട്ട് അങ്ങനെ നിന്നിട്ട് അവസാനം അവരിവിടുന്ന് പതുക്കെ ഗ്യാങ്ങായിട്ട് ഒരു ദിവസം ഒന്നും മിണ്ടാതെ അവർ. അപ്പോൾ ഇവർക്ക് ഇവിടെ ഈ സ്ഥാപനം പോയി. ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ബാധ്യത എടുത്തിട്ടാണ് ഇവർ ഇത്രയും ചെയ്യുന്നത്. പക്ഷെ ഈ തൊഴിലിന് കൂലി കൊടുക്കേണ്ട അത്രയും കൂലി കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ്? അന്യ സംസ്ഥാനക്കാർ വരുമ്പോൾ അവർക്ക് വീട് കൊടുക്കണം, താമസത്തിനുള്ള എല്ലാ കാര്യങ്ങളും, ഗ്യാസ് വരെ എടുത്തു കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് അവരെ സെറ്റിലാക്കുമ്പോൾ അവരുടെ ആൾക്കാരെ മാത്രമേ പിന്നെ ഇൻവോൾവ് ആക്കിക്കുള്ളൂ. നമ്മളെപ്പോലെയുള്ളവരവിടെ ഹാൻഡ് വർക്കിന്, ഓൾട്രേഷൻ വർക്കിന്, ചുരിദാറിൻ്റെ പാൻറ് അടിക്കാൻ. നമ്മളിപ്പോൾ എത്ര വർക്ക് പറയുന്നപ്പോൾ ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്ന ഞാനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലും അവരൊരു അവൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കില്ല. അപ്പോൾ എന്താ ഇവിടെ നമ്മുടെ നാട്ടിലെ തന്നെ ശരിക്കും സ്വയം തൊഴിലാണ് തയ്യലെന്ന് പറഞ്ഞാലും അത് ചെയ്ത് പഠിച്ചു വരുന്നവർക്ക് ആ തൊഴിലെടുക്കാനുള്ളൊരു സ്പേസിൽ പറ്റുന്നില്ല. അത് ഒരു വലിയ ഇപ്പം എൻ്റെ ഷോപ്പിൽ നിൽക്കുന്ന ഒരു കണ്ണൂരിൽ നിന്ന് വന്ന കുട്ടിയാണ്. അപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്നൊരു കുട്ടിയുണ്ട്, ആലപ്പുഴ അരൂര് ചേർത്തല ഭാഗത്തുനിന്ന്. ഈ 2 കുട്ടികൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ നോക്കുമ്പോൾ അവർ ഇതേപോലെ എൻ്റെ ഒപ്പം നിന്ന് എന്നോടൊപ്പം പഠിച്ച് ചെയ്യാൻ പ്രാപ്തി. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഡിസൈനിങ് പഠിച്ചിട്ട്? ഞങ്ങൾക്ക് അവിടെ ഇത്ര പഠിപ്പിച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലൈസൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തു വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾക്ക് എത്രത്തോളം അവർ ഇതിൽ പ്രാപ്തരാണ്, ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. അപ്പം എൻ്റെ മകള് ബാംഗ്ലൂർ പോയി പഠിച്ചതാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കും. പക്ഷേ അവൾ കട്ടിങ്ങും അറിയാം, സ്റ്റിച്ചിങ്ങും അറിയാം. കാരണം ഞാനിവിടെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ബാലൻസ് ചെയ്ത് ശീലിച്ചുകൊണ്ട് അവൾക്ക് പ്രാക്ടിക്കൽ കിട്ടി. ഇന്ന് ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതേപോലെ ലക്ഷങ്ങൾ മുടക്കി എല്ലാ കുട്ടികൾക്കും വീട്ടിൽ പ്രാക്ടിക്കൽ കൊടുക്കാൻ ആൾ വേണ്ടേ? അതില്ല. ചേച്ചി ഇപ്പൊ പറഞ്ഞ പല സ്ഥലത്തൊന്നും ജോലിയിൽ ഭയങ്കര അപമാനിതയായിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഇതേ തൊഴില് വേരിയേഷൻ, അതായത് പുരുഷൻ ചെയ്താലേ തൃപ്തിയാവുള്ളൂ. ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി പോയിട്ട് സ്വന്തമായിട്ട് ബൊട്ടീക്ക് അല്ലെങ്കിൽ തയ്യൽ തുടങ്ങി. അതിവിടെ MG റോഡിൽ തുടങ്ങിയത്. അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരില്ലാത്തപ്പോൾ, അതായത് ഇപ്പോൾ ഒരു കട്ടിങ് മാഷ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ ഈ ജെൻസ് ടൈലർ ഇല്ലെങ്കിൽ മാത്രമേ, നമ്മൾ എത്ര പണി അറിയുന്ന ഒരാളാണെങ്കിലും ഇന്ന് അവരില്ല, അവരുടെ പകരം ഇതൊന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ കാല് പിടിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ലൈനിങ് ബ്ലൗസ് ആയാലും ഇപ്പം ഒരുപാട് പാഡഡ് ബ്ലൗസുകളൊക്കെ വന്നല്ലോ, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പം മാത്രമേ ഇവിടെ നന്നായിട്ട് തയ്ക്കുന്ന ഒരു ലേഡി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് കട്ടിങ് കൊടുത്തു, ഇനി തയ്ച്ചു, നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്ന് കൊടുത്ത് എല്ലാവരും അതിന് നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലീവിന് പോയിട്ടുള്ള തിരിച്ചു വരുന്ന ജെൻസ് ടൈലർ വന്നു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കില്ല. അല്ലെങ്കിൽ പറയും ഇനി അവർ മതിയല്ലോ, ഇനി ഞങ്ങളൊന്നും വേണ്ടല്ലോ. ഈ ഒരു ഭയങ്കര. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും പേയ്മെൻറ്റും ഭയങ്കര ഇഷ്യൂ ആണ്. ലേഡീസ് തയ്ച്ചാൽ ഇപ്പോൾ ഒരു ബ്ലൗസ് സ്ത്രീകൾ തയ്ച്ചാൽ ഇത്ര കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു പെണ്ണുങ്ങളല്ല തയ്ച്ച് ഇത്ര തന്നാൽ മതി. നമുക്കും കൂലി കൂട്ടുമ്പോഴാണെങ്കിലും ജെൻസിന് റൗണ്ട് ചെയ്ത് കയറ്റി കൊടുക്കും. ഇവർക്ക് ഒന്നുകിൽ ഇവരെ ശമ്പളത്തിന് ഇരുത്തും. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 15 രൂപ, 12, 14, 15 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 16,000 രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന് 10 രൂപയ്ക്ക് മേലെ കിട്ടിയാൽ അവർക്ക് ഹാപ്പിയാണ്. അപ്പോൾ 1500 രൂപ പെർ ഡേ വാങ്ങുന്ന ഒരാളെക്കാൾ അവർക്ക് ഇവരെയാണ് ആപ്റ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചെറിയ ഐറ്റംസ് എല്ലാം ഇവരെടുത്തു കൊടുക്കും. അപ്പോൾ റേറ്റ് കൂടിയ സാധനങ്ങൾ വേഗം അവരെ കൊണ്ട് ഒരു ജോലി എല്ലാവരെയും സമമായിട്ട് കാണണം എന്നുള്ളൊരു സമത്വം എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇല്ല. ഇപ്പോൾ ചേച്ചിയുടെ സ്ഥാപനത്തിൽ എത്ര പേരുണ്ട് ഇപ്പോൾ പുതുതായിട്ട്? ഞങ്ങൾ 4 പേരും ലേഡീസാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ 6 സ്റ്റൈലിസ്റ്റ് കുട്ടികൾ നമുക്ക് ഫീൽഡിൽ, അത് ഷൂട്ട് കാര്യങ്ങൾ വരും, അഡ്വർടൈസ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഷൂട്ട് വരും. പിന്നെ നമ്മൾ ഡേ നൈറ്റ് അവരൊക്കെ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഡിസൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് വർക്ക് ചെയ്യും. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ഇതെൻ്റെ മരണക്കുറിപ്പാണെന്നും പറഞ്ഞൊരു കുറിപ്പ് എഴുതിയിടാൻ മാത്രം എന്താണിപ്പോൾ? നമുക്ക് ഒരുപാട് ബാധ്യതകൾ വന്നിട്ടുണ്ട്. ഈ ഫ്ലഡ്, കോവിഡ്, അതുപോലെ തന്നെ 2 ഷോപ്പ് തുടങ്ങിയിരുന്നു അല്ലേ? 2 അല്ല, എനിക്ക് തൃശ്ശൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും 3 ജില്ലയിലും ഷോപ്പ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പം എൻ്റെ അച്ഛന്, ഞാൻ പറഞ്ഞില്ല, ഒരു വിഷയം കഴിഞ്ഞ് വന്നതിന് ശേഷം അച്ഛന് ക്യാൻസർ ആയ സമയത്തും 2 കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ഷോപ്പുകൾ പോയി നടന്ന് തന്നെ ഞാൻ നോക്കിയിരുന്ന. അന്നത്തെ കാലത്ത് ഞാൻ ഓൺലൈനിൽ തന്നെ വർക്ക് എടുക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെ വരുന്നതിന് മുമ്പ് അന്ന് ഗൂഗിൾ ടോക്കിലായിരുന്നു പുറത്തുള്ള കസ്റ്റമറെ ഹാൻഡിൽ ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ അത് വീണ് പോയത് എനിക്ക് അച്ഛൻ്റെ അസുഖം കൊണ്ടാണ്. ആ സമയത്ത് തിരുവനന്തപുരത്തെ ഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്തു, എറണാകുളത്തും ക്ലോസ് ചെയ്തു.
നാട്ടിൽ തൃശ്ശൂരായിരുന്നു അച്ഛനും അവിടെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റ് ആയപ്പോൾ അവിടെ തുടങ്ങി അവൻ അവിടെ തന്നെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ പിന്നെയാണ് ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ. കൊച്ചിയാണ് നമ്മുടെ കൊച്ചിയിൽ ഫാഷൻ്റെ എൻ്റെ ഒരു ഇത് വ്യൂ പോയിന്റ് വെച്ച് എനിക്ക് വർക്ക് ചെയ്യാനും നമുക്ക് ഒരു നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സ്പേസ് അവിടെയുള്ളൂ. തൃശ്ശൂരും ഇച്ചിരി കൺട്രോൾ വിട്ട് അപ്പുറത്തേക്ക് നമുക്ക് വർക്കിലൊന്നും ചെയ്യാനില്ല. സാരി, ബ്ലൗസ്, ചുരിദാർ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോഴാണ് ഗൗണൊക്കെ വന്നു തുടങ്ങിയത്. കൊച്ചി തന്നെ അങ്ങനെയാണ് കൊച്ചിയിലേക്ക് തന്നെ കട ഷോപ്പ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഷോപ്പ് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ലോണിന് പോകും. നമ്മൾ എന്തായാലും ഒരു ഇതിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടതെന്ന് ബാങ്കുകളെ സമീപിച്ച് കഴിഞ്ഞാൽ മെഷീനറിക്ക് ലോൺ തരും. മെഷീനറി മാത്രമല്ല, നമുക്കൊരു എല്ലാ ലോണും കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞാലും ഇപ്പം ഈ അടുത്തിടയ്ക്കും കൂടെ ലോണിന് ശ്രമിച്ചതാണ്. അപ്പോൾ അതിന് വരുമ്പോൾ ലോണിന് അതിൽ നമുക്കൊരു വീട്ടുകളിൽ നിന്ന് സപ്പോർട്ടില്ല, വീട്ടിൽ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മക്കളായാലും ഹസ്ബൻഡിൽ അങ്ങനെയൊന്നും നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഒരു ഭാഗത്തൊന്നും ഇല്ലാതായി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള മേലെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ചോദിക്കും, സ്ഥലം ഇന്നടുത്താണ്. അപ്പോൾ അതിന് ചെറിയ വഴിയാണ്, ബിൽഡിംഗ് ഇല്ലാത്ത ലാൻഡ് പറ്റില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സിംഗിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് സംസാരിക്കണോ ബ്ലഡ് റിലേഷൻ ആരെങ്കിലും വേണം. ഇങ്ങനെയുള്ള കുറേ നൂല് ഇതിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ ഈ നൂലാമാലകൾ മുഴുവൻ അറിയുന്നത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നല്ല പൊസിഷനിൽ ജോലിയും ഇതുപോലെ തന്നെ പെൻഷനും വാങ്ങുന്ന ഒരാളുടെ ഭാര്യയാണ്. അവർ പോലും ഇപ്പോൾ കുറേ നാളായിട്ട് ലോണിൻ്റെ പുറകെയാണ്. ഒരു ബാങ്ക് പിന്നെ അത് ലോണിലേക്ക് ആക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ആ ലോണിലേക്കും ഇത്രേ പറ്റുള്ളൂ, പിന്നെ വേറൊരു ലോൺ. പിന്നെ ഇപ്പോഴും 5 മാസമായിട്ട് ഞങ്ങളിപ്പോൾ ഷോപ്പ് എടുത്തിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റിലെടുത്തതാണ്. ഇപ്പം എൻ്റെ ഷോപ്പ് റൂമിൻ്റെ ഒപ്പം അവരും റൂം എടുത്തതാണ്. ഇന്നും അവർ ലോണിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടില്ല. ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അടുത്തത് എന്തെങ്കിലും പറയും. ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലോൺ നിങ്ങളുടെ ഇതാണ്, ഇന്ന സാധനങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയില്ല. എൻ്റെ തൊഴിൽ എനിക്കറിയുന്ന പോലെ അപ്പം അവിടെ ഇരിക്കുന്നവരാണല്ലോ നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഇന്ന വഴി കൂടെ ഇന്ന പോയി കഴിഞ്ഞാൽ ശരി, ഇന്ന പേപ്പർ ശരിയാണെന്ന് പറഞ്ഞിരിക്കണം. ആ ഒരു മാർഗം നമുക്കിവിടെ ഇല്ല. അനുഭവിച്ചിരിക്കുന്ന ആളാണ് നമ്മൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചാണ് എനിക്കിതിൻ്റെ പുറകെ പോകുമ്പോൾ കട്ട് ചെയ്യുന്നത് ഞാനാണ്, സ്റ്റിച്ച് ചെയ്യുന്നത് ഞാനാണ്, ഫുൾ മേൽനോട്ടം ഞാൻ. എനിക്ക് ഇത് അങ്ങോട്ട് കൊടുത്താലാണ് നാളെ എൻ്റെ കാര്യം ഇവിടെ നടക്കുകയുള്ളൂ. ഈ കാര്യങ്ങൾ നടത്തിയാലാണ് മറ്റുള്ള ബാലൻസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് 5 മാസമൊക്കെ മാറി ഒരു ഷോപ്പ് എടുത്തിട്ട് അവർ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. 4 മാസത്തെ റെൻറ്റും കൊടുത്തു കഴിഞ്ഞു. അതുപോലെ കൊടുത്തു പോകാനായിട്ട് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ അതിന് പകരം വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്നെ സംബന്ധിച്ചിട്ടൊരു വിഷയം. പിന്നെ സാമ്പത്തികം ഇല്ലാത്തതെന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് നടത്താൻ വേണ്ടി 18 വർഷം ഞാൻ കേസ് നടത്തി. 18 വർഷം കേസ് നടത്താൻ പോകുമ്പോൾ എനിക്ക് ഒരു വശത്ത് സ്ഥലത്തിൻ്റെ കേസ്, അതിൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. ഒരു സ്ഥലത്ത് അച്ഛൻ്റെ ചികിത്സാ കാര്യങ്ങൾ, കുട്ടികളുടെ പഠിത്തം. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടി പോകുമ്പോൾ ഒരു സിംഗിളായിട്ട് ഞാൻ നിന്ന് ജീവിക്കുമ്പോൾ എനിക്ക് നോക്കിയിട്ട് ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ജീവിച്ചു പോന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചപ്പോൾ കൃഷ്ണനെ അറിയാലോ, ആ ഒരു സ്റ്റാൻഡിൽ എൻ്റെ മക്കളായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ ഒരു അല്ല അത് ഒട്ടും നേടിയില്ല. സമ്പാദ്യം എന്ന് ചോദിക്കാം, എല്ലാവരും കളിയാക്കണ്ട എന്തുണ്ടാക്കി ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ അവരോടൊന്നും എനിക്ക് പറയാൻ എന്തുണ്ടാക്കി എന്നല്ല, ഞാൻ ഇതുവരെ ഇതേപോലെ ജീവിച്ചല്ലോ. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോഴും വാടകയ്ക്കാണ് വീട്? വാടകയ്ക്ക്. സ്ഥലമുണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്തൊന്ന് ചെയ്യണം. സ്ഥലം കേസ് എന്തായി? കേസ് കഴിഞ്ഞ് 2 വർഷമായി ആ സ്ഥലം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ആ കയ്യിൽ കിട്ടിയ സമയത്താണ് അച്ഛൻ മരിച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പലരും, ആ ഒരു ക്യാൻസറാണ് ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേരുടെ പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ അത് ലോൺ എടുത്തിട്ട് സ്ഥലം വെച്ചിട്ട് സൊസൈറ്റിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവരെ ക്ലിയർ ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് കോവിഡ് ഒമിക്രോണൊക്കെ വന്ന സമയത്ത് എനിക്കും കുറച്ച് നല്ല വിഷയമായി. ആ വിഷയമായ സമയത്ത് എൻ്റെ ഇടത്തെ കൈ കുറേ കാലം 1 വർഷത്തോളം കെട്ടി നിൽക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ ഈ എന്താ പറയുക മസിലിന് ഇത് വന്നു. മസിലിന് ഇതായി കഴിഞ്ഞപ്പോൾ ലൂസായി കഴിഞ്ഞപ്പോൾ പിന്നെ കൈയൊത്തും പൊക്കിയൊന്നും ചെയ്യാൻ പറ്റാതെ ഭയങ്കര വേദന വരുന്നു. അങ്ങനെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റിലിരുന്നപ്പോൾ എനിക്ക് വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലോൺ അവിടെ ഒന്ന് പെൻഡിങ്. ഈ പെൻഡിങ് ആയ ലോൺ റൗണ്ട് ചെയ്തിട്ട് എനിക്കൊരു ലോണായിട്ട് ഇപ്പം തന്നാൽ എനിക്ക് അടച്ചു പോവാം. അതിനവർ സമ്മതിക്കില്ല, ബാങ്ക് സൊസൈറ്റി സമ്മതിക്കില്ല. അന്ന് KSF പോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു 25,000 രൂപ മാസം അടച്ചാലും ഒരു ചിട്ടി എടുത്തിട്ട് അതൊന്ന് അങ്ങോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനും സൊസൈറ്റിയിൽ ഇരിക്കണതായതുകൊണ്ട്
KSFക്ക് പറ്റില്ല. എങ്ങനെയുള്ള ഒരേത് വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് പണിയില്ല പൈസ ഇല്ല എന്ന് ഞാൻ പറയും. ഇന്നും എനിക്കതിന് ഈ ഒരു രീതിയിലെത്തി ഞാൻ. എന്തായാലും ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി KSFയിൽ എവിടെയെങ്കിലും ചേർന്ന് കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഇതൊന്ന് തരണം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിൽക്കാനായിട്ട് ഒരു മീഡിയേറ്റർ ഇല്ലാത്തൊരു അവസ്ഥ. കോവിഡ് കാലത്തും അച്ഛൻ മരിച്ചു നിൽക്കുന്ന സമയത്തും നമുക്ക് ഒരുപാട് സ്ട്രഗിൾ എല്ലാവരും പെട്ട സമയം. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ കുട്ടികളുടെ കൂടെ അവിടെ പോയി നിൽക്കുമായിരുന്നു. അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും തുടങ്ങാം ചെയ്യാം. എൻ്റെ മക്കൾ ബാംഗ്ലൂരാണ്. അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഫിലിമിൻ്റെ വർക്ക് കിട്ടിയിട്ട് അങ്ങനെ ആ വർക്ക് വേഗം വരാമല്ലോ, കോവിഡിന് തൊട്ട് മുമ്പ്. അങ്ങനെ നാട്ടിൽ വന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങി വരുമ്പോഴാണ് ലോക്ക്ഡൗൺ. ആ ലോക്ക്ഡൗണിൽ ഞാൻ അന്ന് എനിക്ക് കട എടപ്പള്ളിയിലാണ്, ഇമാനുവൽ സിൽക്സിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കട, ലുലുവിൻ്റെ അടുത്ത്. ആ കടയിൽ ഞാൻ പെട്ടു. എനിക്കെങ്ങും പോകാൻ പറ്റുന്നില്ല. അന്ന് എനിക്കിവിടെ വീടില്ല. ഞാൻ വീടൊക്കെ ഒഴിവാക്കി കുട്ടികളുടെ അടുത്ത് പോയതാണ്. കുട്ടികളവിടെ, ഞാനിവിടെയൊക്കെ നടന്ന് എനിക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് കിടക്കാം. ഫ്ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥ. ആ കടയിൽ കുടുങ്ങി. അങ്ങനെ നിന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റൂമോ കാര്യങ്ങളോ എന്തെങ്കിലും വാടകയ്ക്ക് എടുത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലോ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പല സുഹൃത്തുക്കൾക്ക് എൻ്റെ അവസ്ഥകളൊക്കെ അറിയാം. ഒരുപാട് പേർ. കാരണം ഞാൻ ഈ കേസ് കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ സൗഹൃദങ്ങളെ നോക്കിയല്ല, നല്ല മീഡിയ ലെവലിലൊക്കെ ഉള്ളവർ തന്നെ, അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നുള്ളൊരു വ്യക്തിയുടെ അടുത്ത് ഒരു സഹായം ചോദിച്ചു. ഞാൻ പെട്ടെന്ന് കുടുങ്ങി. അപ്പോൾ ഈ സമയത്ത് എനിക്ക് തൽക്കാലത്തേക്ക് ഒരു ചെറിയ റൂമെങ്കിലും എവിടെയെങ്കിലും എടുത്തിട്ട് താമസിക്കാൻ. അപ്പോൾ ആളിൽ നിന്നുണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് മനസ്സിനെ ഹേർട്ട് ചെയ്തൊരു കാര്യമാണ്. അത് കാര്യം വെച്ചാൽ പറയുന്നത്, നിനക്ക് അഡ്വാൻസ് കൊടുക്കാൻ വേണമെങ്കിൽ പൈസ ഞാൻ തരാം, പക്ഷേ ഇടയ്ക്ക് എനിക്ക് വന്ന് താമസിക്കാനുള്ളൊരു സൗകര്യം ചെന്നത്. അപ്പോൾ അതാണ് ഒരു സ്ത്രീ ഒറ്റപ്പെടുമ്പോൾ ഈ സമൂഹത്തിലെ ഒരു പരിധി വരെ ആൾക്കാരുടെ കാഴ്ചപ്പാട്. അപ്പം അതിനെ അംഗീകരിക്കാൻ പറ്റണോ പിന്നെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അതൊരു വലിയ വിഷമാണല്ലോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവർ ഈ താഴെത്തട്ടിലുള്ള ജോലിക്കാരൊക്കെ ഇങ്ങനെ വന്ന് വിളിച്ചാൽ, തയ്യക്കാരിയാണ് തുന്നക്കാരിയാണ്, ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ വിളിച്ചെടുത്ത് കിട്ടും എന്നുള്ളൊരു ധാരണ വരും. അപ്പോൾ പിന്നെ ഇവരൊക്കെ ശത്രുവും. പിന്നെ നമ്മൾ എന്തിനിറങ്ങിച്ചെന്ന എന്തൊരു അഭിപ്രായം ചോദിക്കുമ്പോഴും ഒന്നുകിൽ അവരോട് മുടക്കും. അതേപോലെ സിനിമയുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വർക്കായി പലരും മീറ്റ് ചെയ്തു. അപ്പോൾ അവരെപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല, എൻ്റെ ഓഫീസിലേക്ക് പോരൂ, ഇവിടെ സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലുലുവിലോ അവിടെ ബ്രൗൺമാളിലോ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ചായയും കുടിക്കാൻ അവിടെ നിന്ന് സംസാരിക്കാം. അത് പറ്റില്ല. അവർക്കൊക്കെ അവർ പറയുന്ന വേറെ പ്രൈവറ്റ് സ്ഥലത്ത്. അപ്പോൾ അതിന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ 1-2 വർക്ക് പറഞ്ഞു, സംസാരിച്ച് ഇത്ര തുടങ്ങുമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് വരെ തരാമെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കണ്ടു മീറ്റ് ചെയ്ത് സംസാരിച്ച് പോയിട്ട് പിന്നെ വരുന്ന മെസ്സേജ് വേറെ തരത്തിലാണ്. അങ്ങനെ ഞാനിങ്ങനെ എന്ത് ചെയ്യും ഇനി മുന്നോട്ട്, അങ്ങനെ ഒന്നും നിവൃത്തിയില്ലാതെയാണ് ഞാൻ എടപ്പള്ളിയിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ കട ക്ലോസ് ചെയ്യുന്നത് കോവിഡ് കാലത്ത്. കാരണം വാടക മുടങ്ങി, വീടിൻ്റെ വാടക മുടങ്ങി, അങ്ങനെ ഒരു സാഹചര്യം വന്നു. ഈ പൈസ പറഞ്ഞപ്പോൾ നമ്മൾ വാടക കൊടുക്കാം, ഇന്ന ദിവസം തീർക്കാം, അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ ഇവരിങ്ങനെ. പക്ഷെ എന്തോ ഒരു കുരുത്തം പോലെ ആ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് കോഴിക്കോട് ഒരു അപ്പാരൽസ് തുടങ്ങുന്നുണ്ടായിരുന്നു. അവരെന്നെ അവിടുത്തെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, കുറച്ച് ഡിസൈൻ സെറ്റ് ചെയ്യാൻ വേണ്ടി 1 ഇയറിലേക്ക് എന്നെ വിളിച്ചു. അതുകൊണ്ട് കോവിഡ് കാലം വലിയ കേടുപാടില്ലാതെ അവിടെ ചെന്ന് അവിടെ വർക്ക് ചെയ്ത് വന്നപ്പോൾ അവിടെ ഇതന്നെ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഒരു സംഭവം വല്ലാണ്ട് അവിടെ ജാതിയുണ്ട്, ജാതി സ്പിരിറ്റും ഉണ്ട്. കോഴിക്കോട് അവിടെ ഞാനൊരു 1 ഇയർ എന്ന് വെച്ചാൽ അവിടെ ഒരു ഇറങ്ങിപ്പോരുക ചെയ്തത്. അവിടെ നിന്ന് രണ്ടാമത്തെ ഇറങ്ങിപ്പോരല അവിടെ നിന്നാണ്. ആ ഇറങ്ങി വരലാണ് പിന്നെ വന്നിട്ട് ഇപ്പം ഈ ഓരോ ഇറക്കങ്ങളും പുതിയ കയറ്റത്തിന്റെ തുടക്കമായിരിക്കും. ആ ഇറക്കത്തിൽ നിന്ന് വെച്ചാൽ അത് എടുത്തെറിഞ്ഞിട്ട് പോകുന്നതാണ്. ഒരു 1 ഇയറൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഷർമെന്റ് ചാർട്ട് ഉണ്ടാക്കാനാണ് പറയും. ഞാൻ ജനിച്ചെന്ന് പറയാം, എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഇതിൽ കിടന്ന് കളിക്കുന്ന ഞാനാണ്. ഞാൻ കിഡ്സ് തുടങ്ങി, 0 സൈസ് തുടങ്ങി, ഫുൾ XL, XXL, 5XL വരെ ചാർട്ട് ഉണ്ടാക്കി ഇതൊക്കെ വയ്ക്കുമ്പോൾ അവർ പറയും ഇങ്ങനെയല്ല, അങ്ങനെയല്ല, അതല്ല, ഇത്. അവസാനം ഞാനത് എങ്ങനത്തെ ചാർട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെനിക്കൊരു ലിങ്ക് അയച്ചു തരികയാണ്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തുടങ്ങി വരുന്ന വളർച്ചയുടെ നമ്മൾ ഈ ചാർട്ട് മെറ്റീരിയലിന് അപ്പാരൽസിന് ആവശ്യമുള്ള സാധനമല്ല, അത് അതിൽ പെടുന്നതല്ല. അപ്പോൾ അതിൽ പെടുന്ന ചാർട്ടാണെങ്കിൽ അതെനിക്കറിയില്ല, അത് ഞാനല്ല ചെയ്യേണ്ട ആളും. അതൊരു വേറെ പല ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ഇത്ര തൂക്കം, ഇത്ര അളവ്, അത് അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാനല്ലല്ലോ നമ്മൾ പഠിച്ചത്. നമ്മളൊരു ഒരു ഹൈറ്റ്, വെയിറ്റ് ഇത് നോക്കിയിട്ടാണ് ബാലൻസ് ചെയ്തു പോകുന്നത്.
അതങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പിന്നെ അവിടെ പറയുന്ന ഇന്ത്യൻ മെഷർമെൻറ്റ് ചാർട്ട് ഗൂഗിളിൽ കൃത്യമായിട്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തോ അതിന് അപ്ലൈ ചെയ്തിട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നെ അവർ രാപ്പകലില്ലാതെ ഈ ഒരു കാര്യത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. അത് ഒരുപാട് വിഷയമുണ്ട്, അത് ഒരുപാട് വിഷയം സംസാരിച്ച് അങ്ങനെ പിന്നെ ഞാനൊരു ദിവസം പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇത്രയും സഹിച്ചു, ഇനി പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അതിക്ക് മുമ്പ് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 സൈസ് തുടങ്ങി അങ്ങ് XXL 5XL വരെ കാറ്റലോഗൊക്കെ അവർ 1 ഇയർ കൊണ്ട് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കി. അങ്ങനെ അവിടെ 10-14 പേര് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഹിന്ദിക്കാർ കുറച്ച് പേര് അവർക്ക് താമസമൊക്കെ കൊടുത്ത് എനിക്ക് താമസം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോരും. ഒരു നവംബർ 4-ാം തീയതി ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്ന് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഒന്നും അറിയില്ല. ഇറങ്ങി വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഞാൻ എത്തിയെന്ന് അറിയുമ്പോഴത്തേനും എന്നെ അറിയുന്ന സർക്കിളിൽ നിന്ന് എല്ലാവരും ധൈര്യമായിട്ട് പോകാൻ നമുക്ക് എന്താ ചെയ്യാൻ വർക്ക് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ വീട്, അങ്ങനെയാണ് ആ വീട്. ഇപ്പോൾ ഞാൻ യൂണിറ്റിന് വേണ്ടി അതിപ്പോൾ എന്തോ ആ സമയത്ത് കിട്ടി, അതെടുത്തു. അതിലിരുന്ന് 1 ഇയർ അതിന് മേലെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം എനിക്ക് പിന്നെ വേറൊരു ജോലി തേടി പോകാതെ ഇരുന്ന് ചെയ്യാവുന്ന സെറ്റായി. ചേച്ചി പറഞ്ഞ ചെറിയ ക്ലാസ്സിൽ ചേച്ചി തയ്യലോടുള്ള മോഹം കൊണ്ട് കമ്മലോ ഏതാണ്ടൊക്കെ പണയം വെച്ചിട്ട് 5 രൂപ തൊട്ടും കമ്മലും പണയം വെച്ചിട്ടാണ് ചേച്ചി 1350 രൂപ ഉണ്ടാക്കിയിട്ട് ഞാനൊരു മെഷീൻ വാങ്ങിയത്. പിന്നീട് ഇങ്ങോട്ടേക്ക് തയ്യല് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പം ചേച്ചി പറഞ്ഞാൽ തയ്യൽ അറിയാത്ത ഒരാൾ തയ്യൽ മെഷീൻ മേടിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എന്ത് ബ്ലണ്ടറാ, തയ്യൽ പഠിക്കണമെങ്കിൽ നമുക്കൊരു പ്രാക്ടീസ് വേണ്ടേ, അത് നമുക്ക് മറ്റൊരാളുടെ ഇത് ചെന്നിട്ട് നിങ്ങളുടെ തയ്യൽ മെഷീൻ ഒന്ന് തരാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും തരുമോ? ആരും തരില്ല. അപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ചേച്ചി പറഞ്ഞത്. ഇതിന് ശേഷം ചേച്ചി ഇത് നാട്ടിൽ വെച്ചിട്ട് തയ്യൽ ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? നമുക്ക് ചേച്ചി പഠിച്ചിട്ടുമില്ല, തയ്യൽ പഠിച്ചിട്ടുമില്ല, പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ തൊഴിൽ എന്നെ ചതിച്ചിട്ടില്ല. ഒരു ആവശ്യമില്ല, ഒരു അധികം ഓവറായിട്ടുള്ളൊരു ഓൾട്ടറേഷനോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ മകളായാലും പല അഡ്വർടൈസ്മെൻറ്റ് എന്ത് വന്നാലും മെഷർമെൻറ്റ് എനിക്ക് ഇപ്പോൾ വാട്സപ്പിൽ വരും, മെഷർമെൻറ്റ് വരും, ഏതെങ്കിലും ഒരു റെഫറൻസ് പിക്ചർ അയക്കും, അതിന് ഓപ്പോസിറ്റ് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളൊരു പിക്ചർ അയച്ചു തരും. പിന്നെ അവർ വരികയില്ല, സാധനം കൊണ്ടുപോകാനേ വരുള്ളൂ. ഇന്ന് വരെ കയ്യിൽ നിന്ന് ഇതുവരെ അതെന്തോ ദൈവത്തിൻ്റെ കുരുത്താന്ന് വിചാരിക്കുന്നു, തൊഴിൽ ഇന്ന് വരെ പാളിയിട്ടില്ല. അതുപോലെ അസുഖങ്ങളായാലും ഇപ്പം നമ്മളൊരു വർക്ക് ഏറ്റെടുത്തു, ജസ്റ്റ് നമുക്കൊരു പനി പിടിച്ചാൽ മതി എന്ന് മാറിപ്പോൾ ഇന്ന് വരെ അതും പാളിയിട്ടില്ല. അതിലെനിക്ക് ഏറ്റവും അഭിപ്രായം പറയാനുള്ളത് 24-ൻ്റെ ഒരു കോവിഡ് കാലത്ത് ഒരു വെർച്വൽ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിൻ്റെ ഫുൾ വർക്ക് ഞങ്ങളുടെ ടീമാണ് ചെയ്തത് അന്നത്തെ. അങ്ങനെയാണ് ഞാൻ അവരുമായിട്ട് അത്ര കണക്റ്റഡ്, അവരെല്ലാവരുമായിട്ടുള്ളൊരു കണക്ഷൻ വന്നത്. പിന്നെ അവിടുന്ന് ഇവർ കുറച്ച് പേര് സ്ഥിരമായിട്ട് തരാറുണ്ട്, സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അവർ റെഫറൻസ് ചെയ്ത്. ചേച്ചിയുടെ മോളാണ് ഈയിടെ ഡബ്സിയുടെ ഒക്കെ ഒരു പാട്ട്, നീരജിന്റെ ഒക്കെ പാട്ടിന് കോസ്റ്റ്യൂം ചെയ്ത് അവർ ക്ലബ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്യൂം അതിന്റെ സ്റ്റിച്ചിങ് മോളെടുക്കുന്ന മിക്കവർക്കും എല്ലാവർക്കും സ്റ്റിച്ചിങ് നമ്മുടെ യൂണിറ്റിലാണ്. കാരണം അവളവിടെ നിന്നിട്ട് അവൾക്ക് വിശ്വസിച്ചാൽ അവൾ പറയും, അമ്മ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കണം, അമ്മയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, വേറെ എവിടെയെങ്കിലും പോയി വന്നാൽ പിന്നെ അത് ഓൾട്രേഷൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം, പിന്നെ ടൈമിങ്ങും നമുക്ക് ഈ ഫീൽഡായിട്ട് അറിയുന്നത് കൊണ്ടായിരിക്കാം ഷൂട്ടിനൊരു ടൈം വെച്ച് കഴിഞ്ഞാൽ ആ ടൈം പാലിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഷൂട്ട് മിക്കതും വെളുപ്പിന് 6 മണിയാകുമ്പോഴത്തേനും അതിലകത്തെ നീരജിൻ്റെ അല്ല മറ്റേ ഗ്രൂപ്പുകൾ മൊത്തം, പിന്നെ ഡാൻസേഴ്സ് അവരുടെയൊക്കെ നമ്മൾ ചെയ്തതാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, വർക്ക് എടുത്തത് മോളും മോളുടെ ഫ്രണ്ട്സ് ധന്യ, അങ്ങനെ വേറെ ആരൊക്കെ കൂടി ടീമാണ്. ഇതൊരു വർക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല, ടീം. പക്ഷെ ഏത് ടീം എടുത്താലും സ്റ്റിച്ചിങ് ചെയ്ത് മെഷീനിൽ ഇറങ്ങി പുറത്തേക്ക് കിടക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ളവർ വേണം. പക്ഷെ അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ, ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ കളർ സെൻസായിട്ടും മെറ്റീരിയൽ സെൻസ് നല്ല കഴിവുള്ള കുട്ടികളാണ്. പക്ഷെ എത്ര കഴിവുണ്ടെങ്കിലും നമുക്കത് അവരുടെ കഴിവിനൊപ്പം നിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു പ്രൊഡക്ഷൻ ആക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരെ മനസ്സിലായി അവർ പഠിച്ചൊരു ഇതല്ല. നമ്മൾ പണ്ടത്തെ കാലത്ത് സൂചി നൂലും തുന്നി അന്ന് ഇതൊന്നുമില്ല, അന്നൊരു ജാക്കറ്റ് അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെ പാവാട, അതിനപ്പുറത്തേക്കില്ല. അതിനപ്പുറത്തേക്ക് നാളെ എന്ത് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.